എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനീഷ് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് സ്ഥലം. നിലവിൽ ഞാൻ ഉള്ളത് ജോർജിയ എന്ന കൺട്രിയിൽ ടിബിലിസി എന്ന് പറയുന്ന സ്ഥലത്താണ്. ജോർജിയയുടെ ക്യാപിറ്റലാണ് ടിബിലിസി. അപ്പോൾ ഞാൻ നിലവിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് യൂറോപ്യൻ ജോബുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് ഞാനൊരു ഏജൻസി മുഖാന്തരമാണ് ജോബ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. നിലവിൽ ജോർജിയയിലേക്ക് നമ്മൾക്ക് ഡെലിവറി ജോബിനും ടാക്സി ഡ്രൈവറായിട്ടും ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി ഡ്രൈവറുടെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരിക്കലും ഡെലിവറി ജോബിന് ജോർജിയയിലോട്ട് ഒരു വിസ കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ബോൾട്ട്, ഗ്ലോവോ എന്ന് പറയുന്ന കമ്പനികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ GCC രാജ്യങ്ങളും ജോർജിയയും തമ്മിലുള്ള കരാറ് പ്രകാരം GCCയുടെ വാലിഡ് റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് അത് നമുക്ക് ഇവിടെ TRC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി സ്കൂട്ടർ, സൈക്കിള്, കാറ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്കൂട്ടറാണ് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂട്ടർ മേടിക്കണമെങ്കിൽ മേടിക്കാം. അതല്ലെങ്കിൽ റെൻറ്റിനാണ് ആദ്യത്തെ ടൈമിൽ സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ ഓടുക. ഒരു ദിവസം നമ്മളൊരു 10 മണിക്കൂറാണ്. അതിൽ കൂടുതൽ ഓടുന്ന ആളുകളുണ്ട് കേട്ടോ. 14 മണിക്കൂറൊക്കെ ഓടുന്ന ആളുകളുണ്ട്. 10 മണിക്കൂർ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിൽ എക്സ്പെൻസ് വരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ റെൻറ്റ് 20 ലാറി പെർ ഡേ. ഇവിടുത്തെ കറൻസിനെ ലാറി എന്നാണ് പറയുക. ഒരു ലാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൺവേർഷനിൽ 30 രൂപയാണ്. 30 രൂപയിൽ താഴോട്ട് അങ്ങനെ പോയിട്ടില്ല. 30-ന് മുകളിലോട്ട് 31, 32 അല്ലെങ്കിൽ 31-നും 32-നും ഇടയിലായിരിക്കും അതിൻ്റെ ഇത് വരിക നിങ്ങൾക്ക്. അപ്പോൾ 100 മുതൽ 150 ലാറി വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ എക്സ്പെൻസ് 20 ലാറി, അതിൻ്റെ ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് ഒരു 15 ലാറി നിങ്ങൾക്ക് പോകും. ബാക്കി ഉണ്ടാവുക നിങ്ങളുടെ കയ്യിൽ 115 ലാറിയാണ് ഉണ്ടാവുക 150-ന് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഈവനിങ്ങിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ മഴയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ബോണസ് കൂടുതൽ, അതായത് ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് ഇപ്പോൾ 2 കിലോമീറ്റർ പോകുന്നതിന് ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ 20%, 30% കൂടുതൽ നമുക്ക് ലഭിച്ചേക്കാം. ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് പോകണം. അതായത് നിങ്ങളുടെ താമസം. ഇപ്പോൾ നമ്മൾ എല്ലാവരും GCCയിൽ പോയിട്ടുള്ള പരിചയത്തിൽ നമ്മൾ ചോദിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൂം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ റൂമിന് 3 പേര് നിൽക്കാൻ പറ്റുന്ന റൂം, അതായത് ഒരു 1 BHK 3 പേരാണ് അതിൽ ഹോൾഡ് ചെയ്യുക. അതിൽ $300 മുതൽ $400-500 വരെ അവൈലബിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി, റൂമിൻ്റെ പഴക്കം, ഏരിയ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കത് വരിക. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെയും എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ ഒരു 25 അതിന് വേണ്ടി നിങ്ങൾ എക്സ്പെൻസിന് മാറ്റി വെച്ചോളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8500 രൂപയാണ് ഒരാൾക്ക് മന്ത്ലി റൂമിന് വരിക. ഏകദേശം ഒരു 6000-7000 രൂപ ഭക്ഷണത്തിന് വരും. പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ റീചാർജ്, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ചിലവുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു 70,000-80,000 രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പലരും 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 70,000-80,000 റേഞ്ചിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ GCC കൺട്രിയാണ് നമ്മൾ ചെയ്യുക. GCC അതായത് ബഹ്റൈൻ, ദുബായ് വിസയാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരും. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ TRC, ഇവിടുത്തെ രജിസ്ട്രേഷൻ, എല്ലാവിധ കാര്യങ്ങളും, ഇവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് വന്ന ഉടനെ നിങ്ങൾക്ക് ഹോസ്റ്റൽ വിത്ത് ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ, വാട്സാപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് റൂം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പിന്നീട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്യും. നിങ്ങൾക്കൊരു സിം എടുത്ത് തരും. 1 മന്ത് വാലിഡിറ്റി ഉള്ള ഒരു സിം നമ്മൾ എടുത്ത് തരും. അത്രയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം. നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും കൂടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് TRC കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, US, ജർമ്മനി, പോളണ്ട്, മാൾട്ട പോലുള്ള ഒരുപാട് 43 രാജ്യങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് പെർമിറ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടുത്തെ TRC ഉണ്ടെങ്കിൽ. ഇപ്പോൾ GCC കൺട്രികളും ജോർജിയയും തമ്മിലുള്ള കരാറ് പോലെ തന്നെ ഈ രാജ്യത്തെ TRCയിലുള്ള പൗരന്മാർക്ക് അല്ലെങ്കിൽ വിദേശികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഫെസിലിറ്റീസ്, കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്.
അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി പരിശോധിക്കാം. ഗവൺമെൻറ് ഒഫീഷ്യൽ ലിങ്കാണ്. അതിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.